ആലപ്പുഴ കൊമ്മാടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ബൈപ്പാസ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ. അമൽ സുരേന്ദ്രൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അമലെ, വലിയ വെള്ളക്കെട്ടാണോ അവിടെ ഉള്ളത്? എന്താണ് നിലവിലത്തെ സ്ഥിതി? വിവരങ്ങൾ. ശ്യാമിലി, ഈ ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി തന്നെ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത്. ചെറിയ മഴ ഉണ്ടായപ്പോൾ പോലും വീടുകളുടെ ഉള്ളിലും മുറ്റത്തും അടക്കം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നേ തന്നെ നാട്ടുകാർ ജില്ലാ ഭരണകൂടത്തിനടക്കം പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ വേണ്ട നടപടികളൊന്നും ഉണ്ടായില്ല. ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല. ചേച്ചി, വലിയ ബുദ്ധിമുട്ടാണല്ലോ ഈ വെള്ളം ബുദ്ധിമുട്ടാണ് മോനെ. നമ്മുടെ ഞങ്ങൾക്ക് കക്കൂസിൽ പോലും പോകാനൊക്കുന്നില്ലെന്നേ. വല്ലന്റെ ഒക്കെ വീട്ടിലാണ് ഇപ്പൊ കക്കൂസിൽ പോകുന്നത്. നാണക്കേടല്ലേ വല്ലന്റെ ഒക്കെ വീട്ടിൽ പോയി കക്കൂസായിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇത് തീരുമാനം എടുത്തേ പറ്റൂ. ഞങ്ങൾ ഇത് പൊളിച്ചു മാറ്റാതെ ഇവിടുന്ന് പിന്മാറത്തില്ല. ഈ ബൈപ്പാസ് വന്നതാണ് ഞങ്ങൾക്ക് ഇത്ര നശിപ്പായത്. ഇപ്പൊ ഈ താൽക്കാലികമായിട്ട് ഈ കാനകളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കാനകൾ ഉണ്ടാക്കാൻ നിന്ന് മുന്നേ ഞങ്ങൾ വന്ന് ഇവിടെ തടഞ്ഞതാ. ഞങ്ങൾക്ക് കാന ശരിയാക്കി തരണം, എന്നാലേ വെള്ളം പോകത്തുള്ളൂ പറഞ്ഞു. ആരൊക്കെയോ മറ്റവരൊക്കെ മറിച്ചവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരും വന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ പാവങ്ങളാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആലപ്പുഴയുടെ MLA ആയിട്ടുള്ള AD തോമസും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറായിട്ടുള്ള ഷാജി വി നായരും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ബൈപ്പാസിൽ എനിക്ക് പിന്നിൽ കാണുന്ന വലിയൊരു വാഹനങ്ങളുടെ നിര എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കും. ഇത് മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും ജനങ്ങളുടെ പ്രശ്നം ഉണ്ട്. അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് പോലുള്ള ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളടക്കം ഇവിടെ തടഞ്ഞിരിപ്പുണ്ട്. ചില ആംബുലൻസുകളെല്ലാം അല്പസമയം മുൻപ് പോലീസ് ഇടപെട്ട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം അടക്കം അതിന്റെ അധികൃതരടക്കം ഇവിടെ എത്തി ഇപ്പോൾ വെള്ളക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്കെല്ലാം പോയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ നടുറോട്ടിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഇദ്ദേഹത്തോട് ചോദിക്കാം, ചേട്ടാ, ഈ കിടന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം തന്നെ. വീടുകളിൽ കക്കൂസിന്റെ മാലിന്യം വരെ അകത്തൂടെ ഒഴുകി പോവുക. കക്കൂസൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കം നിറയുന്നത്. അത് കാരണം ബാത്റൂമിൽ പോകാനും പറ്റത്തില്ല. മൊത്തം ഇവിടുന്ന് ആൾക്കാരെല്ലാം നമ്മുടെ വീടുകളിൽ കയറി നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഒഴുകി നടക്കുന്നത്. ഇവർ പറയുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും വളർത്തുമൃഗങ്ങളടക്കം ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ വീടിന്റെ മുകളിലടക്കം വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ അടക്കം കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. പല മോട്ടോറുകൾക്കും പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചു. ഏതായാലും ഇപ്പോൾ MLAയും മറ്റ് ജനപ്രതിനിധികളും സമീപത്തുള്ള വീടുകളെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഈ പ്രതിഷേധക്കാരെ നോക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു നിയന്ത്രണം വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിഷേധം പോകാതിരിക്കുവാൻ വേണ്ടി സംയമനത്തോടെ കൂടി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ഇവിടെ പോലീസ് സേനയടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപും ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതൊരു നീറുന്ന പ്രശ്നമായത് മഴ കൂടി എത്തിയതോടുകൂടിയാണ്. ഇന്ന് പുലർച്ചെയും അടക്കം വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. കാലവർഷം കേരളത്തിലേക്ക് എത്തി. പ്രത്യേകിച്ചും കടലിനോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴയുടെ ഈ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ കുട്ടനാട് മേഖലകളിലാണ് സാധാരണ മഴ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടിന്റെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാറ്. പക്ഷേ ഈ ബൈപ്പാസ് ദേശീയപാതയുടെ പണി ഇവിടെ നടന്നതിനെ തുടർന്നാണ് ആലപ്പുഴ നഗരത്തിൽ, പ്രത്യേകിച്ചും കൊമ്മാടി ഭാഗത്ത് ഇത്തരത്തിൽ കുറെ കൂടി താരതമ്യേന പൊങ്ങിക്കിടക്കുന്ന ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായിട്ടല്ല ദേശീയപാതയുടെ പണി എന്ന കാര്യത്തിൽ നിരവധിയായിട്ടുള്ള പരാതികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ദുരിതം ഈ ജനങ്ങൾ അനുഭവിക്കുമ്പോഴും അവർ ദേശീയപാത അതോറിറ്റിയെ വിളിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരെ വിളിക്കുവാൻ പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ ഇവരാരും ഫോൺ എടുക്കുന്നില്ല എന്ന നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമാണ് ഈ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് നമുക്കറിയാം. ചേട്ടാ, ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ദേശീയപാത ഉദ്യോഗസ്ഥരെ കളക്ടറെ വിളിക്കാൻ ശ്രമിച്ചു. ഇന്നലെ തൊട്ടും മിനിയാന്നോട്ടൊക്കെ വിളിച്ച് അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉദ്യോഗസ്ഥന്മാരിവിടെ അതൊരു വേണ്ട തരത്തിൽ നടപടികൾ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ കുറച്ച് വടക്കോട്ടും വേണ്ടി പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയറിയാം, മുട്ടറ്റത്തിന് വേണ്ടി വെള്ളമുണ്ട്. പ്രായമായ അമ്മമാര്, പിള്ളേര്, മറ്റുള്ള എല്ലാവരും നിൽക്കുന്നതാണ്. ഗർഭിണികൾ, പ്രായമായ അമ്മമാര്, അസുഖമുള്ളവര്, ഈ ബാത്റൂമിലെ വരെ വെള്ളമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ അകത്തോട്ടൊന്നും കയറണ്ടേ. ഇന്ന് വെളുപ്പിന് 5 മണി തൊട്ട് ഈ റോഡിൽ തന്നെ നിൽക്കുക. ഈ ദേശീയപാത അതോറിറ്റിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുന്നു. അവര് കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാവരും വന്നതാ. പിറ്റേ ദിവസം തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞതാ. അത് കഴിഞ്ഞ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും യാതൊരു വിധയില്ല, ചർച്ച ചെയ്തിട്ട് തീരുമാനം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ പേരുടെ അതിൻ്റെ അകത്തോട്ടൊന്ന് കയറണ്ടേ. അടുക്കള ഫുള്ള് വെള്ളത്തിലായിപ്പോ. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ റോഡിൽ തന്നെ നിൽക്കുന്നത്.
അതുകൊണ്ട് ഇത്രയും ഈ ജനം രൂക്ഷമായിട്ട് നിൽക്കുന്നത്. ഈ ഭാഗത്ത് എല്ലാ കുടുംബങ്ങളിലും ഈ പ്രശ്നമുണ്ടല്ലേ? അതുകൊണ്ട് റോഡിന് പടിഞ്ഞാറ് വശത്ത് ഫുള്ള് വെള്ളത്തിലാണ്. ഈ ബൈപ്പാസിന്റെ പടിഞ്ഞാറ് വശത്തിലുള്ള എല്ലാ വീടുകളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു താഴ്ത്തി കാന കുഴിക്കുന്നത് ഒരു പരിധിവരെ ഇതിന് പരിഹാരമാകുമെന്ന മുനിസിപ്പാലിറ്റിയുടെയും മറ്റും അധികൃതരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില വീടുകളിൽ നിന്നെങ്കിലും വെള്ളമൊന്ന് പുറത്തേക്ക് പ്രവഹിക്കുവാൻ പാകത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ടാണ് അല്പസമയം മുൻപ് കാന കുഴിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം ഈ ബൈപ്പാസ് നീണ്ടു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ സൈഡ് വാളുകളുണ്ട്, സൈഡ് റോഡുകളുണ്ട്. അപ്പൊ ഈ സൈഡ് റോഡുകളെല്ലാം വന്നപ്പോൾ പരിസരത്തുണ്ടായിരുന്ന വീടുകളെല്ലാം താഴ്ന്നു പോകുന്നു. ആ താഴ്ന്നു നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. താഴ്ത്തി കാന കുഴിച്ചാൽ മാത്രമേ ഈ വെള്ളം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് ഇതുവരെയും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വാഹനത്തിലിരിക്കുന്നവരോട് കൂടി ചോദിക്കാം, എത്ര നേരമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു? 3 മണിക്കൂർ ഒത്തിരി സമയം എടുത്തു. എങ്ങോട്ട് പോകാനുള്ള? ഞാൻ ചേർത്തല വരെ പോകാനുള്ള. ഇപ്പൊ ഇവര് ഈ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞോ? മനസ്സിലായോ? പ്രശ്നം വെള്ളം കയറിയെന്നാ പറയുന്നത്, അവരുടെ വീട്ടുകാർ പറയുന്നത്. അവരുടെ വീടുകളിൽ കാന മൂടിയതിന് കാരണം വെള്ളം കയറി. പക്ഷെ അത് ഞങ്ങളെന്താ വേണ്ടത്? നമ്മൾ പല സ്ഥലത്തോട്ട് പോകുന്നവരല്ലേ, അത് ഈ ലോക്കലുള്ള ആൾക്കാരല്ലേ അത് ചെയ്യേണ്ടത്. തീർച്ചയായും ഈ വാഹനയാത്രക്കാരടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, കളക്ടർ വന്നിട്ടുണ്ട്. ചേട്ടാ, എത്ര നേരം ഇങ്ങനെ കിടക്കുന്നു? ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറാകുന്നു ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതായത് ആശുപത്രി പോയിട്ട് വരികയാണ് രോഗിയായിട്ട്. എന്ത് ചെയ്യാൻ? ശ്യാമലി, ഇപ്പോൾ ആശുപത്രിയിൽ പോകാൻ അടക്കമുള്ള ആളുകൾ മണിക്കൂറുകളായിട്ട് ഈ ബൈപ്പാസിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതും ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ബൈപ്പാസിലാണ് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത്. ശ്യാമലി, ശരി, എന്തായാലും പ്രശ്നം വലിയ രൂക്ഷം തന്നെയാണ്. കാരണം വീടുകളിലേക്ക് വെള്ളം പൊന്തുന്നതിനെയും വെള്ളം കയറുന്നതിനെയൊക്കെ വളരെ വൈകാരികമായി തന്നെയാണ് അവിടെ ഉള്ളവർ കാണുന്നത്. നിലവിൽ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് അവിടെ എ ഡി തോമസ് MLA അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്, കളക്ടറും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ